ഹാക്കർമാരിൽ നിന്ന് നിങ്ങളുടെ ഉയർന്ന അപകടസാധ്യതയുള്ള ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെ സംരക്ഷിക്കാം? ഗൂഗിളിന്റെ അഡ്വാൻസ്ഡ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാം കൂടുതൽ ആക്സസ് ചെയ്യാവുന്നതാണ്. ഇത് ഉയർന്ന അപകടസാധ്യതയുള്ള ഉപയോക്താക്കളെ അവരുടെ ഫോണുകൾ ഉപയോഗിച്ച് അവരുടെ അക്കൗണ്ടുകൾ സംരക്ഷിക്കാൻ അനുവദിക്കുന്നു. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഓൺലൈൻ ഭീഷണികൾക്ക് ഇരയാകാൻ സാധ്യതയുള്ളവരെ സംരക്ഷിക്കുന്നതിനുമുള്ള ഗൂഗിളിന്റെ പ്രതിബദ്ധത ഈ നീക്കം തെളിയിക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ട ടെക് ഭീമനായ ഗൂഗിൾ, ഓൺലൈനിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഉപയോക്താക്കൾക്ക് ഗൂഗിൾ അക്കൗണ്ടുകൾക്കായുള്ള അഡ്വാൻസ്ഡ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിൽ എൻറോൾ ചെയ്യുന്നത് എളുപ്പമാക്കി. നേരത്തെ സജ്ജീകരണത്തിന് 2 ഫിസിക്കൽ സെക്യൂരിറ്റി കീകൾ ആവശ്യമായിരുന്നു, എന്നാൽ ഇപ്പോൾ അക്കൗണ്ട് ഉപയോക്താക്കൾക്ക് ഒരു പിക്സൽ ഫോണിന്റെയോ ഐഫോണിന്റെയോ ബിൽറ്റ് ഇൻ ബയോമെട്രിക് പ്രാമാണീകരണം ഉപയോഗിച്ച് ഒരു പാസ് കീ ഉപയോഗിച്ച് പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയും. ആർക്കാണ് ഗൂഗിളിൽ നിന്നുള്ള വിപുലമായ പരിരക്ഷാ പ്രോഗ്രാം വേണ്ടത്? വിപുലമായ പരിരക്ഷാ പ്രോഗ്രാം ദൈനംദിന ഉപയോക്താക്കൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതല്ല. രാഷ്ട്രീയ പ്രചാരണ പ്രവർത്തകർ, പത്രപ്രവർത്തകർ, തന്ത്രപ്രധാനമായ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന മറ്റുള്ളവരെ പോലെയുള്ള വ്യക്തികൾക്കായി ഇത് പ്രത്യേകം ചെയ്യുകയും ടാർഗറ്റ് ചെയ്യുകയും ചെയ്യുന്നു. തുടക്കത്തിൽ ആപ്പ് സമാരംഭിച്ചപ്പോൾ അത് സജീവമാക്കുന്നതിന് 2 ഫിസിക്കൽ സെക്യൂരിറ്റി കീകളും തുടർന്നുള്ള ലോഗിനായി പാസ്വേഡ് സഹിതം അതിലൊന്നും ആവശ്യമാണ്. സജ്ജീകരണ പ്രക്രിയ 2023 ഒരു പാസ് കീ ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യാൻ ഉപയോക്താക്കളെ പ്രാപ്തമാക്കുന്ന പ്രോഗ്രാം ഗൂഗിൾ അപ്ഡേറ്റ് ചെയ്തു. അക്കൗണ്ടുകളിലേക്കും ആപ്പുകളിലേക്കും സേവനങ്ങളിലേക്കും സുരക്ഷിതമായി സൈൻ ഇൻ ചെയ്യുന്നതിന് സ്മാർട്ട്ഫോണുകൾ പോലുള്ള ഉപകരണങ്ങളിൽ അന്തർനിർമ്മിത പ്രാമാണീകരണത്തിനായി ഉപയോഗിക്കാവുന്ന പാസ്വേഡ് ഇല്ലാത്ത ലോഗിൻ രീതിയാണ് പാസ് കീ. ഉപയോക്താക്കൾക്ക് ആപ്പിന്റെ പ്രാരംഭ സജ്ജീകരണത്തിന് 2 ഫിസിക്കൽ സെക്യൂരിറ്റി കീകൾ ആവശ്യമായിരുന്നു. ഇപ്പോൾ ഗൂഗിൾ ഈ പ്രക്രിയ കാര്യക്ഷമമാക്കിയിരിക്കുന്നു. 1. ഉപയോക്താക്കൾക്ക് പ്രോഗ്രാമിന്റെ വെബ് പേജ് സന്ദർശിക്കാം. 2. അവിടെ ആരംഭിക്കുക ക്ലിക്ക് ചെയ്യുക. 3. പേജ് സജ്ജീകരണ പ്രക്രിയയിലൂടെ ഉപയോക്താക്കളെ നയിക്കും. അതിൽ ഒരു പാസ് കീ അല്ലെങ്കിൽ ഫിസിക്കൽ സെക്യൂരിറ്റി കീ ഉപയോഗിച്ച് സജ്ജീകരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉൾപ്പെടുന്നു. 4. ഉപയോക്താക്കൾ അവരുടെ അക്കൗണ്ട് ലോക്ക് ഔട്ട് ആകുകയാണെങ്കിൽ ഒരു ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം അല്ലെങ്കിൽ രണ്ടാമത്തെ പാസ് കീ പോലുള്ള വീണ്ടെടുക്കൽ രീതികൾ നൽകാനും ഗൂഗിളിന് ആവശ്യമായി വരും. നടപ്പിലാക്കുന്നത് എത്ര എളുപ്പമാണ്! പുതിയ സജ്ജീകരണ പ്രക്രിയ ലളിതവും ഉപയോക്തൃ സൗഹൃദവുമാണ്. നിങ്ങളുടെ ബ്രൗസറിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന കോഡിലേക്ക് നിങ്ങളുടെ ഫോൺ ചൂണ്ടിക്കാണിച്ചും ഫേസ് ഐഡി ഉപയോഗിച്ച് പ്രാമാണീകരിച്ചും നിങ്ങൾക്ക് എളുപ്പത്തിൽ എൻറോൾ ചെയ്യാം. കൂടുതൽ ആക്സസ് ചെയ്യാവുന്നതാക്കി മാറ്റുക മാത്രമല്ല, കൂടുതൽ അപകടസാധ്യതയുള്ള ഉപയോക്താക്കളെ വിപുലമായ സുരക്ഷാ നടപടികളോടെ അവരുടെ അക്കൗണ്ടുകൾ സംരക്ഷിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. വിവിധ സങ്കീർണമായ ഓൺലൈൻ ഭീഷണികളെ പ്രതിരോധിക്കുന്ന ഗൂഗിൾ അക്കൗണ്ടുകൾക്ക് ഏറ്റവും ഉയർന്ന സുരക്ഷയും ആപ്പ് വാഗ്ദാനം ചെയ്യുന്നു. എൻറോൾമെന്റ് പ്രക്രിയ ലളിതമാക്കുന്നതിലൂടെ ശക്തമായ സുരക്ഷ ആവശ്യമുള്ളവർക്ക് അവരുടെ വിവരങ്ങൾ പരിരക്ഷിക്കുന്നത് ഗൂഗിൾ എളുപ്പമാക്കുന്നു. അതിനാൽ നിങ്ങൾ ഉയർന്ന അപകടസാധ്യതയിൽ വീണാൽ. പരസ്യം. ഹാംസ്റ്റർ മുന്നോട്ടുവെക്കുന്ന ടാസ്കുകൾ പൂർത്തിയാക്കിയും കാർഡുകൾ പർച്ചേസ് ചെയ്തും ലിങ്കുകൾ ഷെയർ ചെയ്തും ക്രിപ്റ്റോ കോയിനുകൾ വാരിക്കൂട്ടാം. ഗെയിം കളിക്കുന്നയാളുടെ പ്രോഫിറ്റ് പെർ അവർ എന്ന ഡിജിറ്റൽ പേഴ്സിലാണ് ഈ കോയിനുകൾ വീഴുക. ദിവസവും ഈ ഇത് പ്രകാരം നമ്പർ മാറ്റാതെ UPC നൽകില്ല. അതേസമയം 3Gയിൽ നിന്ന് ചട്ടങ്ങളിൽ കൊണ്ടുവന്ന ഭേദഗതി ജൂലൈ 1 മുതൽ നിലവിൽ വരും. സിം സ്വാപ്പ്, റീപ്ലേസ്മെന്റ് പോലുള്ള തട്ടിപ്പുകൾ നിരീക്ഷിക്കുന്നതിനായാണ് ഭേദഗതി കൊണ്ടുവന്നത്. 2024 മാർച്ച് 14 കൊണ്ടുവന്ന മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി ചട്ടങ്ങളിലെ 9ാം. അതിനാൽ നിങ്ങൾ ഉയർന്ന അപകടസാധ്യതയുള്ള വിഭാഗത്തിൽ പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് സുരക്ഷിതമാക്കാൻ ഈ ലളിതമായ സജ്ജീകരണം പ്രയോജനപ്പെടുത്താൻ കൂടുതൽ ശുപാർശ ചെയ്യുന്നു.